സമയത്തിന് ശേഷം വീണ്ടും വിളിക്കും. ഹലോ അമ്പിളി, നീ എവിടെയാ? എനിക്ക് നിന്നെ ഒന്ന് കാണണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. തിരക്കോ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് നിന്നെ കണ്ടേ പറ്റുള്ളൂ. നീ ഇങ്ങോട്ട് വാ. ഇന്ന് തന്നെ വരണം. ശരി, മറക്കരുത്. നീ എന്തായാലും വരണം. കുറച്ച് അത്യാവശ്യമുള്ള കാര്യമാണ്. എടി, എന്താ കാര്യം? നീ ഇങ്ങനെ ഡെസ്പായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എടാ, എനിക്ക് 2 ദിവസമായിട്ട് ഒരാളുടെ കോള് വരുന്നുണ്ട്. ഇങ്ങനത്തെ കുറെ ഞരമ്പന്മാരുണ്ട്. ഇവന്മാരൊക്കെ എൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ. എടാ, അതല്ല. പിന്നെ മോഹനായിട്ടും ചതീനാണെന്നൊക്കെ പറഞ്ഞിട്ടാ കോള് വരുന്നത്. അതാരങ്ങനെ വിളിച്ചു പറയാൻ? ആദ്യം ഞാനത് കാര്യമാക്കി എടുത്തില്ല. പക്ഷെ അയാൾ വീണ്ടും എന്നെ വിളിച്ചൊരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം? ഒരു ദിവസം പാതിരാത്രി മോഹനേട്ടൻ ദേ ഇവിടെ ചപ്പും ചവറും ഒക്കെ കൂട്ടിയിട്ട് തീ കത്തിക്കുന്ന ഞാൻ കണ്ടു. പാതിരാത്രി ചവറ് കത്തിക്കണ? ചോദിച്ചപ്പോ പറയാ, ആരോ ഓടി പോകുന്നത് കണ്ടു, അതിന്റെ ശബ്ദം കേട്ടിട്ട് ഇറങ്ങിയതാ, പിന്നെ ഉറക്കം വന്നില്ല, അതുകൊണ്ട് ഇതൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചതാണ്. ഇത് കേൾക്കുമ്പോ തന്നെ അറിയില്ലേ ഇത് കള്ളമാണെന്ന്? അതെനിക്കറിയാം. എന്തേലും ചെറിയ കള്ളത്തരം മറ്റോ ആയിരിക്കും എന്നാ ഞാനും കരുതിയത്. അത് ഞാൻ അപ്പൊ തന്നെ മോഹനോട് ചോദിക്കുകയും ചെയ്തു. ഇതൊക്കെ എനിക്കിതിലിപ്പോ മനസ്സിലാവാത്ത ഇതിൽ ചതി എന്താണ്? നീ ഇങ്ങനെ ഡെസ്പായിട്ടിരിക്കണ എന്തിനാണ്? ആദ്യ കോള് പറഞ്ഞത് മോഹനേട്ടൻ എന്നെ PSC എക്സാം ഒക്കെ എഴുതാൻ കൊണ്ടുപോകുന്നേ ഉള്ളൂ, എനിക്ക് ജോലി കിട്ടാതിരിക്കാനുള്ള മെയിൻ കാരണം മോഹനേട്ടൻ തന്നെയാണെന്നാ. ഒരിക്കലും ഇല്ല. മോഹനാണ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇനിയിപ്പോ മോഹനാണ് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നീ പറഞ്ഞോ, അത് ഞാൻ പിന്നെയും വിശ്വസിക്കും. മോഹനായിട്ടൊന്നും ചെയ്യില്ലെന്ന്. ഇത് നിന്നെ ചുമ്മാ ആരോ കളിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞായിരിക്കും. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം. പക്ഷെ എന്നാലും എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഡൗട്ടാ? എന്തിന്? ആ ചവറ് കത്തിച്ച ദിവസേ മോഹനേട്ടൻ ജോലി കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് മാറിയിട്ടില്ല. നിങ്ങൾ കുളിക്കുന്നില്ലേ? കുളിക്കുന്നില്ലേ? എന്താ കുളിക്കണ്ടേ? കുളിക്ക്. ആ ഡ്രസ് കൂടി ഇങ്ങ് ഊരിത്താ, ഞാൻ കഴുകാനിടാ. ഈ പാൻസ് ഇപ്പൊ കഴുകണ്ട. എന്താ കഴുകണ്ടാത്ത? അത് ഞാൻ കഴുകിക്കോളാം. നിങ്ങളല്ലല്ലോ ഇവിടെ തുണി കഴുകാറ്. അല്ല, ഇപ്പൊ കുഴപ്പമില്ല, ഞാനത് നോക്കിക്കോളാം, ഞാൻ അലക്കിക്കോളാം. അത് നിങ്ങൾക്ക് എന്തോ ഒരു കള്ളത്തരമുണ്ടല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ഈ പാന്റിൽ എന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ. ചേട്ടാ, ഇതിപ്പോ വലിയ ശല്യമായില്ല. നിനക്കിപ്പോ എന്താ വേണ്ട? ഈ പാൻസ് വേണം, അത്രേ ഉള്ളൂ. നീ പുറത്തു പോയിക്ക്, ഞാൻ പാൻസ് ഉരുത്തരാം. അതിന് ഞാനെന്തിനാ പുറത്തു പോകുന്നത്? എന്നാ നീ പോകണ്ട, നീ ഇവിടെ തന്നെ. ഞാൻ ഈ പാൻറ് ഉരുന്നില്ല. ഡ്രസ് മാറിയില്ലേ? അത് കഴുകാൻ ഊരിത്തരാൻ പറഞ്ഞപ്പോ പല കാരണങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞു മാറി. എന്നിട്ട് ഒടുക്കം രാത്രി ഈ ചവറൊക്കെ കത്തിച്ചു കഴിഞ്ഞ് റൂമിൽ വന്നിട്ടാ ഡ്രസ്സ് മാറിയത്. ഈ ഡ്രസ്സ് മാറാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? എന്റെ പൊന്നോ, നിന്റെ ഡ്രസ്. ഇത് കേട്ടിട്ട് നിനക്ക് വല്ലതും തോന്നുന്നുണ്ടോ? അപ്പൊ പുള്ളിയുടെ പാന്റിന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ എന്തോ പുള്ളി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അന്നേ ദിവസം തന്നെ വൈകുന്നേരം ഞാൻ പിള്ളേരെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരുമ്പോ പോസ്റ്റ്മാൻ പോകുന്നത് കണ്ടു. ഇവിടെന്നോ? ഇവിടുന്നാണോ ഇറങ്ങിപ്പോയെന്ന് ഞാൻ കണ്ടില്ല, പക്ഷെ പോകുന്നത് ഞാൻ കണ്ടു. നീ എന്താ പറഞ്ഞു പറഞ്ഞേ? എടാ, ആ പോസ്റ്റ്മാൻ എനിക്ക് വല്ല അപ്പോയിന്റ്മെന്റ് ലെറ്ററും കൊണ്ടുവന്ന് അത് മോഹനായിട്ട് വാങ്ങിച്ചിട്ട് ആരും കാണാതെ പാൻസിന്റെ പോക്കറ്റിലൊക്കെ ഒളിപ്പിച്ച് പിന്നീട് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇവിടുന്ന് കത്തിച്ചു കളഞ്ഞാണെങ്കിലോ? അത്രയ്ക്ക് കണ്ണിച്ചോരില്ലാത്തവനൊന്നല്ല മോഹനേട്ടൻ. സംഭവം കുറച്ച് കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ടെങ്കിലും പുള്ളി ഇങ്ങനെയൊന്നും ചെയ്യുന്ന എനിക്ക് തോന്നണില്ല. അഞ്ചുമായിട്ട് നീ എന്തോ ഉടക്കില്ലേ? ഇനി അവളാരെങ്കിലും കൊണ്ട് വിളിച്ച് പറയിപ്പിക്കണാണോ? ഓടാ, അതിനുള്ള ബോധവും പോക്കണമെന്ന് അവക്കില്ല. അല്ല, നീ ആ നമ്പർ തിരിച്ചു വിളിച്ചില്ലേ? പിന്നെ ഞാൻ ഒരുപാട് വട്ടം വിളിച്ചു നോക്കി. ആ നമ്പർ നോട്ട് എക്സിസ്റ്റിംഗ് എന്നാ പറയുന്നത്. ഓക്കെ, നീ എന്തെങ്കിലും ടെൻഷൻ ആവണ്ട. ഇപ്പൊ അറിയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അന്ന് ഇവിടെ വല്ല പോസ്റ്റ്മാനോ മറ്റോ വന്നിരുന്നോ, നിന്റെ മോഹനേട്ടൻ എന്തെങ്കിലും ലെറ്റർ കൊടുത്തിരുന്നോ എന്ന് അറിയാനുള്ള വഴിയുണ്ട്. അത് നമുക്ക് നോക്കാം. എടാ, നീ എൻ്റെ കൂടെ നിൽക്കണം. ഞാൻ ഇപ്പൊ തന്നെ പാതി തകർന്നിരിക്കുക. നീ സമാധാനപ്പെട്, ഞാനില്ലേ കൂടെ. വാ, നമുക്ക് പോസ്റ്റ് ഓഫീസ് ഇറന്ന് പോയിട്ട് വരാം. നീ എന്തെങ്കിലും ടെൻഷൻ അടിക്കണ പോലെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമുക്ക് നോക്കാം.